കാട്ടിലൂടെയുള്ള യാത്രയാണ്. നിലമ്പൂർ ഒക്കെയുള്ള യാത്രയിലാണ്. റോഡൊക്കെ വളരെ മോശമാണ്. കാടാണ്, നല്ല കയറ്റവും ഇറക്കവും എല്ലാം കൂടിയുള്ള യാത്രയാണ്. ഇറക്കം കയറ്റം കഴിഞ്ഞ ഒരു ഇറക്കല്ലടാ, ഇറക്കം കഴിഞ്ഞ ഒരു കയറ്റം. അപ്പൊ നീ കാട് കണ്ടില്ലേ? കാട് കണ്ടെന്ന് എഴുതി കണ്ടാ ഉണുണ്ടോ? വഴിയും വളരെ മോശമാണ്. ഇതിൽ കുറച്ച് കുട്ടികളും ഞങ്ങളുള്ളൂ. സിംഹം, കടുവ, അതുമാതിരിയുള്ള വന്യജീവികൾ വന്യജീവികളെ പ്രതീക്ഷിക്കണം. നോക്ക്, നീ കാട് നോക്ക്. ഞാൻ പേടിപ്പിക്കുന്നതാണ് കണ്ട, ഞാൻ പേടിപ്പിക്കുന്നതാണ് കണ്ട. ഈ കാട്ടിൽ നിന്നെ ചിലപ്പോ കടുവ ഓടിച്ചുണ്ടാക്കി കൂടുന്നുണ്ട്. പുലി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് തന്നെയാണ്. നിലമ്പൂര് നമ്മുടെ അനുവറിന്റെ സ്ഥലമാണ്. പി വി അനുവറിന്റെ പുലിന് പി വി അനുവർ പുലിന് ഉണ്ടാ ബാക്കിൽ വേറെ വണ്ടി ഉണ്ടെന്ന് ഉണ്ടാ. നിലമ്പൂരിലുള്ള വഴി കാണുന്നുണ്ട്. കാടും ഉണ്ടാ, ഭയങ്കരമായ ഇറക്കം. ട്രിപ്പ് പോകണാണ് കൂട്ടുകാരൻ്റെ വീട്ടിലുള്ള. ഇപ്പൊ ഉച്ചയ്ക്ക് പോകുന്നതാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പാണ്ടിക്കാട നമുക്ക് കാട്ടുണ്ട് ഇറക്കിറങ്ങുമ്പോ. ആനിയെ എന്താ നിനക്ക് പറയാനുള്ള ഈ യാത്രയെ കുറിച്ച്? സന്തോഷം സുഖം മാത്രമേ ഉള്ളൂ. ഓണായിട്ട് അവരോട് എന്താ പറയാനുള്ള ജനങ്ങളോട്? സന്തോഷം ഇതന്നെ പറയാനുള്ളൂ എനിക്ക്. ഒരു ഹീറോ ഹോണ്ട പോകണ്ട ഒരു വണ്ടി നൈറ്റില് കണ്ടാ, ഹീറോ ഹോണ്ട പോകണ്ട. ഒരു പേടിയുണ്ടാ ഇവിടെ? കണ്ണ് പേടിയ ഒരു പലർക്ക് പേടിയൊക്കെ ഉണ്ട് കയറ്റം കയറിയപ്പോ. എന്താ പള്ളിയുണ്ട്, വലിയൊരു പള്ളിയുണ്ട്. ഈ വീണ്ടും ഇറക്കത്തേക്ക് പോണു. പള്ളിയിൽ കാണുന്നത് എന്താ? ഏതാ? പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലം. അത് പിലാക്കല്. ഇപ്പൊ പിലാക്കൽ എത്തിട്ടോളൂ. പിലാക്കലിന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ. എന്താ സാനി നീ ഒന്നും പറയില്ലേ? പിലാക്കലിന് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ കൈതപ്പുള്ളി ചാനലാണ് ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ആനി എന്ന വാഹന ഗൾഫിൽ നിന്ന് കൊണ്ട് നിൽക്കണതാണ് ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. അവൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. ആ ഇംഗ്ലീഷിലെ 4 വാക്ക് പറഞ്ഞു കൊടുത്ത ആനി കാടിനെ കുറിച്ചും ഇറക്കത്തെ കുറിച്ചും യാത്രയെ കുറിച്ചും. അന്യ പിന്നുണ്ട് മൂത്തൊരു കാർന്നവരുണ്ട്. അവൻ നേരത്തോടെ കൊണ്ടുവന്നാണ് ഖത്തറിന്ന്. അത് ബാക്കില് ലഡു തിന്നിരിക്കണേ. അതിന് മിണ്ടാൻ പറ്റണില്ല. ലഡു കൂടുതൽ വന്നിട്ട് നമ്മളെ മൂത്ത കാർന്നവര്. അപ്പൊ ഇപ്പൊ ആനിന് ആക്റ്റീവായിട്ട് ഇവിടെ ഉള്ളത് സാനി. അതേടാ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഇറക്കത്ത് കുഴിണ്ടെങ്കിലും ലൈറ്റൊക്കെ ഇട്ടുണ്ടല്ലേ. ഏടാ ആനിയെ മുന്നിറക്കത്തൊക്കെ പോണം. ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. വഴി വളരെ മോശം. ഇവിടെ വഴി വളരെ മോശം. തെറ്റിയിട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഏത് വഴി കൂടെ കൊണ്ടുവരുന്നൊരു പിടുത്തമില്ല. ഇങ്ങനത്തെ വഴിയൊന്നല്ല എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പോ ഏത് വഴിന് മജ്ലിസുൽ ഹുസൈന ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ കൂടെ പോണത് കണ്ട. നാട് റോഡില് മോട്ടോർ ബൈക്ക് വെച്ചിരിക്കുന്നു. അവൻ കേടായിരുന്നുകൊണ്ടാവാതില്ല. അവ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്പോട്ട് വരുന്നത്. അത് പിന്നെ നിർത്തി, ഞങ്ങളും നിർത്തി. അപ്പൊ അങ്ങനെ ആവട്ടെ, പോയിട്ട് വാ. 1.5 മിനിറ്റ്. വീണ്ടും ഒരു കാറ് വരുന്നുണ്ട്. KL 10 AL 58 36 വന്നുകൊണ്ട് ഈ ചോപ്പ. വളവിൽ തെരുവ് സൂക്ഷിക്കുക. വളവ് വന്ന് തിരിവും വന്ന് ഒരു 10 പെയിന്റ് അടിച്ച് വീട് കാണുന്നുണ്ടല്ലോടാ. അനിയാണ്
കയറ്റണ്ട കയറ്റാണ് ചെറിയൊരു കയറ്റല്ലേ അപ്പൊ അങ്ങനെ പോട്ടെ. എന്തായാലും അവര് മാപ്പ് ഇട്ടൊന്നും എനിക്കറിയണ്ട, അവരെവിടെ എത്തിയെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോ കാട്ടിലൂടെ പോകണേ, ഏതോ ഗൂഗിൾ മാപ്പ് നമ്മളെവിടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ല. പുലി അൻവർ നിരന്തരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിയാക്കന്മാർ രണ്ടാളും വരുന്നുണ്ട്, പോയിട്ട് വല്ലതൊക്കെ കഴിച്ചിട്ട് പറ്റവര് പുലിക്കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ അതൊക്കെ നമ്മളതിലേക്ക് ചാടാണ്ടി മതി. അൻവർ പറഞ്ഞ സ്ഥലമാണത്, നിലമ്പൂരിക്കണി പോണ അൻവറിന്റെ കാണാൻ വേണ്ടി പോണ അൻവറിനൊന്ന് കാണണം. എന്താണ് മൂപ്പരപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയണം. മഹേന്ദ്രയുടെ ഒരു വണ്ടി അവിടെ കാട്ടിൽ നിർത്തിയിട്ടുണ്ട്. ശരി, ഇനി പിന്നെ ചെയ്യാം. ഓക്കെ. ഞങ്ങള് സജിയുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകണ്. വയനാടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേണം വരാനായിട്ട്. സജിയുടെ വൈഫായിട്ട് എൻ്റെ ഭാര്യയും മരുമക്കളും മകളും കൂടി ഫോട്ടോ എടുക്കണം. നിന്ന് ഒരു വീഡിയോ എടുക്കണം. എല്ലാ വീടുകളുണ്ട്. സജിയുടെ വീട് ഇവിടെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വയനാട്ടിലേക്ക് പോകാൻ പോണ്. ഇതാണ് സജിയുടെ വീട്ടിലേക്കുള്ള വഴി. ഇത് വീട്. പിള്ളേരെല്ലാം റെഡിയായി, ഞങ്ങൾ 2 വണ്ടി റെഡി ആയിരിക്കുന്നു. കണ്ട, ഇത് വീട്. പുറത്ത് കാണുന്ന മാതിരി ഒന്നുമില്ല കേട്ടോ, ഉള്ളൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കാണ്. അടിപൊളിയാ. എന്താ ഇത് മിൽമ ഇതൊക്കെ റബ്ബറാണ്. ഓക്കെ. സജിയുടെ നിലമ്പൂരുള്ള വീട്ടിലേക്കുള്ള ഗേറ്റ് ഇതിലെയാണ് അങ്ങോട്ട് പോകുക. നല്ല രസമുണ്ടല്ലേ? എന്താ മൊത്തം ഈ ഭാഗമൊക്കെ റോഡുകളുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മലപ്പുറം ജില്ല. അപ്പോൾ നമ്മളൊരു പഴയ സുഹൃത്തിന് ഗുരുവായൂർ വെച്ച് വാപ്പായിട്ടുള്ള പരിചയമാണ്. ആ പരിചയം ഞങ്ങൾ പുതുക്കി ഇതാണ് ഞങ്ങളവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നു വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത്. പരസ്പര വിദ്വേഷത്തിൻ്റെയും മതവെറിയുടെയും പ്രതീകമായല്ല നടക്കേണ്ടത്, സൗഹാർദ്ദം. ഓക്കെ. തേക്ക് മ്യൂസിയത്തിലെത്തിയിരിക്കണം. അവിടെ നിലമ്പൂർ തേക്ക് മ്യൂസിയം കൂടി കണ്ടിട്ട് അടുത്ത യാത്രയാണ് ഊട്ടി. അപ്പോൾ സജിയുടെ വീട്ടിൽ നിന്ന് വന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെത്തി. അപ്പോൾ എല്ലാവരും കൂടി തേക്ക് മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും നിൽക്കണം. തേക്ക് മ്യൂസിയം കൂടി കണ്ടിട്ടാൽ ഇവിടുന്ന് യാത്ര തിരിക്കുള്ളൂ. ഓക്കെ. തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഇത് കണ്ട് നേരെ ഊട്ടിയിലേക്ക് പോകും. നേരെ ഊട്ടിയിലേക്ക് പോവും. ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ എല്ലാവരും. അപ്പോൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്, ഇനിയും തുടരും. അങ്ങനെ പറഞ്ഞു. വേണ്ട, ഇവിടെ കൊണ്ടാട്ടി കണ്ണട വെച്ചിരിക്കുന്നത്. വേണ്ട, നമ്മൾ കൊണ്ടാട്ടി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണം. വേണ്ട, കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഇരിക്കുന്നത്. വേണ്ട, കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. വേണ്ട, ചെറകളിയല്ല. അപ്പം അങ്ങനെ നിൽക്കണം. എല്ലാവരും ഉണ്ട്. നിങ്ങൾ യാത്ര പുറപ്പെടാൻ പോണേ. ഓക്കെ. തേക്ക് മ്യൂസിയത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കടന്നേൽക്കണ പിള്ളേരുണ്ട്. ഇവിടുത്തെ കാഴ്ച ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ. എന്നിട്ട് പിന്നെ യാത്ര ഇങ്ങനെ നീളും. എല്ലാവരും വരുന്നുണ്ട് തേക്ക് മ്യൂസിയത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരണം. ഇനി മ്യൂസിയം കാട്ടിത്തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിതേ തേക്ക് മ്യൂസിയത്തിൽ കയറിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. പറഞ്ഞു തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല. ഇതേ എല്ലാവരും കൂടി ഇനി കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതേ എല്ലാവരും കൂടി കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. പിള്ളേർ സെറ്റൊക്കെ അങ്ങോട്ട് പോയിരിക്കണം. നമ്മുടെ വലിയ വ്ളോഗർ
ആദ്യം പോയിട്ടുണ്ട്. ഇത്രയും ആളുണ്ട്, ഇത്രയ്ക്കും പേരുണ്ട്. ഇതാണ് കാഴ്ചകൾ കണ്ടു നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. കയറട്ടാണ്, കയറിയിട്ട് എന്താണ് കാണാനുള്ളതെന്ന് അറിയില്ല. തേക്ക് മ്യൂസിയത്തിൽ തീർക്കണ ഇതിനും കാഴ്ചകൾ കാണാൻ പോണേ. തേക്ക് മ്യൂസിയത്തിൽ ഉണ്ടാ തേക്ക് മ്യൂസിയം.